ഉണ്ടോ ഈ ഒരു ചെമ്മിപ്പൊടി ഇത് കുറച്ച് ദിവസമായി ഇപ്പോൾ ഒരാഴ്ചയായി കടപ്പുറത്ത് പോയപ്പം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിൻ്റെ വാലും തലയും മുള്ളിയെടുത്തതിന് ശേഷം ഇത് ഉണക്കിയെടുത്താണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണക്കിയെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഇനി അഥവാ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചെമ്മീൻ ഏത് രീതിയിൽ ഉണക്കിയതാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെമ്മീൻ പൊടികളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഉണക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. പൊടിയാ മീൻസ് ഒന്ന് പൊട്ടിച്ചാണിമ നല്ല നെരിഞ്ഞിന് ചിപ്സ് പോലെ കണ്ടോ നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ക്ലീനാക്കി എടുത്ത് വീട്ടിലുണ്ട്. ഇതിനി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നല്ല മുരിഞ്ഞ് തന്നെ അതുണ്ടാവും. നമ്മൾ എപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചെടുത്ത് വറുത്തിട്ട് നല്ല തേങ്ങ ചിരകി വറുക്കുക. കുഴഞ്ഞ തേങ്ങ തേങ്ങ കൂടി ഉള്ളി വെളിച്ചെണ്ണ എത്തിച്ച് വറുത്തിട്ട് തേങ്ങ വറുത്ത് കൈവിട്ട് ഇട്ടിട്ട് വറുത്തിടാം. വറുത്തിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെച്ച് പറഞ്ഞത് ഇത് നന്നായിട്ട് ചെമ്മീനും തേങ്ങയും വെളുത്തുള്ളിയും ചെറിയുള്ളി ഇതെല്ലാം കൂടിയിട്ട് വറുത്തെടുത്തിട്ട് ചമ്മന്തി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുക. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. കവറിൽ വെച്ച് കട്ടാം.